1995 ആഗസ്റ്റ് 16, റോട്ടർഡാം, നെതർലാൻഡ്സ്. ജ്ഞാനദളം 10. സംഘട്ടനങ്ങളിൽ സുഖം കാണുക. സംഘട്ടനം ലോകത്തിന്റെ സ്വഭാവമാണ്. സുഖം ആത്മാവിന്റെ സ്വഭാവമാണ്. സംഘട്ടനങ്ങൾക്കിടയിൽ സുഖം കണ്ടെത്തൂ. സംഘട്ടനങ്ങളും ലോകത്തിന്റെ കളികളും നിങ്ങളെ ക്ഷീണിപ്പിക്കുമ്പോൾ ഉള്ളിലെ സുഖത്തിലേക്ക് തിരിച്ചു പോകും. സുഖം നിങ്ങളെ മടുപ്പിക്കുമ്പോൾ ലോകത്തിലെ കളികളിലേക്ക് പ്രവേശിക്കൂ. ഗുരുവിനോട് അടുപ്പമുള്ളവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രണ്ടും ഒരേ സമയത്ത് ചെയ്യും. സമാധാനം ഇഷ്ടപ്പെടുന്നവർക്ക് യുദ്ധം ഇഷ്ടമല്ല. യുദ്ധം ചെയ്യുന്നവർക്കാകട്ടെ സമാധാനവുമില്ല. ശാന്തമായ മനസ്സോടെ വേണം യുദ്ധം ചെയ്യാൻ. സംഘട്ടനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നീളുകയേയുള്ളൂ. ഉള്ളിലെ സുഖം അന്വേഷിക്കുന്നതിനോടൊപ്പം സംഘട്ടനത്തെയും നേരിടുക. ഇത് നിങ്ങളിൽ എവിടെയോ ഒരു മണിനാദം മുഴക്കുന്നുണ്ടോ? ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. ശാന്തിയോടെ കേന്ദ്രീകൃതനായി അതേസമയം യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ദൈവം ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. യുഗങ്ങളായി അദ്ദേഹം ഈ ലോകത്തിലെ സംഘട്ടനങ്ങളെയെല്ലാം സഹിക്കുകയാണ്. ദൈവത്തിനത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. സംഘട്ടനവുമായി ഒന്നാകാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം അത് സംഘട്ടനമില്ലാതെയാകും. ഒരു സംഘട്ടനം പരിഹരിക്കുമ്പോൾ വേറൊന്ന് ഉയർന്നു വരും എന്നത് ലോകത്തിന്റെ സ്വഭാവമാണ്. ഉദാഹരണത്തിന്, റഷ്യയിലെ പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും ബോസ്നിയയിലായി പ്രശ്നം. നിങ്ങൾക്ക് ജലദോഷം ഉണ്ടാവുകയും പിന്നീട് അത് മാറുകയും ചെയ്യും. ശരീരം ശരിയാകുമ്പോൾ മനസ്സ് തുടങ്ങുകയായി. ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നതല്ലേ? ഒരു ഉദ്ദേശവുമില്ലാതെ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുകയും സംഘട്ടനങ്ങൾ ഉയർന്നു പൊങ്ങുകയും ചെയ്യും. അത് പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല. അവയോടൊപ്പം ഇരുന്ന് ജീവസുറ്റവരാകും. ജയ് ഗുരുദേവ്.